ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ വിഷയമായിട്ടുള്ളത്. സൂര്യൻ ഉച്ചസ്ഥനാകുന്നത് അശ്വതി നക്ഷത്രത്തിലാണ്. അതിനാൽ പൊതുവെ ഇവർക്ക് അധികാരത്തോട് നല്ല ഭ്രമമുണ്ടായിരിക്കും. വലിയ പദവികളിൽ ഇവർ എത്തുകയും ചെയ്യും. ചൊവ്വയുടെ സ്വക്ഷേത്രത്തിൽ വരുന്ന നക്ഷത്രമാണ് അശ്വതി. അതുകൊണ്ട് പൗരുഷവും ധൈര്യവും ആൺ പെൺ ഭേദമില്ലാതെ ഇവരിൽ ഉണ്ടാകുന്നതാണ്. ഇവർ മിക്കവാറും വീട്ടിലെ മൂത്ത സന്താനമായിരിക്കും. ജനനം കൊണ്ട് അല്ലെങ്കിലും കഴിവുകൊണ്ടെങ്കിലും ഇവർ ഒന്നാമതെത്തുന്നവരാണ്. നിർബന്ധ ബുദ്ധിക്കാരായതിനാൽ വിവേകം കൂടാതെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എടുത്ത് ചാടുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരാണ്. സ്വാർത്ഥത, ആശ്രിത വാത്സല്യം, സേവന സന്നദ്ധത, പിശുക്കും ധൂർത്തും ഇടകലർന്ന ജീവിതശൈലി എന്നിവയും പ്രത്യേകതയായി കണ്ടുവരുന്നു. ഈ നക്ഷത്രത്തിന്റെ മൃഗം കുതിര ആയതിനാൽ തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഇവർക്ക് വളരെ വേഗം സാധിക്കും. മറ്റുള്ളവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും അവരെ വശംവദരാക്കിയെടുക്കുന്നതിനും ഇവർക്ക് നല്ല സാമർഥ്യമുണ്ട്. പിതാവിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഇവർക്ക് വലിയ ഗുണാനുഭവങ്ങൾ ഒന്നും ഉണ്ടാകുവാൻ തീരെ സാധ്യത ഇല്ലാത്തവരാണ്. സ്വയം കെട്ടിപ്പടുത്ത് എടുക്കുന്ന ഒരു ജീവിതത്തിന് ഉടമകളായിരിക്കും ഈ നാളിൽ ജനിച്ചവർ. ഈ നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ എല്ലാ ഗുണങ്ങളും തികഞ്ഞവരും നല്ല നേട്ടങ്ങൾ ജീവിതത്തിൽ കൊയ്തെടുക്കുന്നവരും ആണ്. അശ്വതി പിറന്ന അച്ചി എന്ന ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട്. കുടുംബ ഭരണത്തിലും ഔദ്യോഗിക മേഖലയിലും ഇവർ നല്ല മികവ് പുലർത്തുന്നവരാണ്. അശ്വതി നക്ഷത്രക്കാരുടെ 7ാം രാശി തുലാം രാശിയും അതിൻ്റെ അധിപൻ ശുക്രനുമാണ്. ഇത് ഇവർക്ക് നല്ല ഒരു ദാമ്പത്യ ബന്ധം ഉണ്ടാകുമെന്നതിൻ്റെ ഒരു സൂചനയാണ്. അതേ രാശി തന്നെ സൂര്യന്റെ നീച ക്ഷേത്രവും ശനിയുടെ ഉച്ച ക്ഷേത്രവുമാണ്. അതുകൊണ്ട് ദാമ്പത്യം എന്നും പ്രശ്നങ്ങൾ നിറഞ്ഞതും ആയിരിക്കും. അശ്വതിയുടെ ആദ്യ പാദത്തിന് ഗണ്ഡാന്ത ദോഷമുണ്ട്. മറ്റു 3 പാദങ്ങളിൽ ജനിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായി 1ാം പാദത്തിൽ ജനിക്കുന്നവരുടെ ജീവിത നിലവാരം അല്പം പിന്നിലായി പോകാനുള്ള സാധ്യതയും ഉണ്ട്. അശ്വതി ഒരു സൃഷ്ടി നക്ഷത്രമാകയാൽ സൃഷ്ടിപരമായ മനസ്സിന് ഉടമകളായിരിക്കും. അഥവാ ഒരു പോസിറ്റീവ് മൈൻഡ് വെച്ചു പുലർത്തുന്നവരായിരിക്കും എന്ന് സാരം. അതായിരിക്കും ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടവും. അശ്വതി നക്ഷത്രക്കാർക്ക് കാർത്തിക നക്ഷത്രക്കാർ 3ാം നാളുകാരായും മകയിരം നക്ഷത്രക്കാർ 5ാം നാളുകാരായും പുണർവം നക്ഷത്രക്കാർ 7ാം നാളുകാരും ആണ്. വിശാഖം 4ാം പാദവും അനിഴവും തൃക്കേട്ടയും ആയ നക്ഷത്രക്കാർ അഷ്ടമരാശിക്കൂറ് നക്ഷത്രക്കാരുമാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുമായുള്ള സൗഹൃദ ബന്ധങ്ങൾ, പങ്കാളിത്തങ്ങൾ എന്നിവകൾ അശ്വതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നഷ്ടങ്ങളല്ലാതെ ഗുണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുവാൻ തീരെ സാധ്യത ഇല്ലാത്തതാണ്. അതുപോലെ ഈ നക്ഷത്രങ്ങളിൽ എല്ലാ ശുഭ കാര്യങ്ങളും ഒഴിവാക്കുന്നതും ഇവർക്ക് നല്ലതായിരിക്കും. ഈ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ ജന്മദശ കേതു 7 വർഷവും തുടർന്ന് ശുക്രദശ 20 വർഷവും സൂര്യദശ 6 വർഷവും ചന്ദ്രദശ 10 വർഷവും ചൊവ്വാദശ 7 വർഷവും രാഹുദശ 18 വർഷവും വ്യാഴദശ 16 വർഷവും ശനിദശ 19 വർഷവും ബുധദശ 17 വർഷവും ആണ്. ഇങ്ങനെ ഇവർക്ക് ദശാകാലങ്ങൾ പൂർണ്ണമായി വരും. ഇനി അശ്വതി നക്ഷത്രവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങൾ പറയാം. നക്ഷത്രനാഥൻ കേതു ആയതിനാൽ മഹാഗണപതിയെ ഉപാസിച്ചാൽ നല്ല ഫലം ലഭിക്കുന്നതാണ്.
ഓം ഗം ഗണപതയേ നമ എന്ന മന്ത്രം എന്നും ജപിക്കേണ്ട മന്ത്രമാണ്. ജനന സമയത്ത് ഗ്രഹനിലയിൽ കേതു അനിഷ്ട രാശികളിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ചാമുണ്ഡി, ഭദ്രകാളി എന്നീ ദേവതകളെ ഭജിക്കുകയും ദേവീ മഹാത്മ്യം നിത്യവും പാരായണം ചെയ്യുകയും വേണം. ഗ്രഹനിലയിൽ ചൊവ്വ ഓജ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും യുഗ്മ രാശിയിലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ നക്ഷത്രത്തിന് അനുയോജ്യമായ രത്നം ചെമ്പവിഴം, വൈഡൂര്യം എന്നീ രത്നങ്ങളാണ്. രത്നധാരണത്തിന് മുമ്പ് വിദഗ്ധരായവരുടെ നിർദ്ദേശം സ്വീകരിക്കണം. ഈ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.